എന്താ ഈ ദിവസത്തിന്റെ പ്രത്യേകത? അപ്പൊ സാർ അറിഞ്ഞില്ലേ? കാര്യം എന്താണെന്ന് പറഞ്ഞാലേ അറിയൂ. ഞാൻ വന്ന് കേറിയിട്ട് അരമണിക്കൂറേ ആയുള്ളൂ. ആയമ്മ എന്നോടൊന്നും പറഞ്ഞുമില്ല. നമ്മുടെ ദേവേട്ടൻ വീണ്ടും പഠിക്കാൻ പോയി തുടങ്ങി. ദേവനോ? പഠിക്കാനോ? അത് ഈ പ്രായത്തില്? അതെ സാറേ, ട്യൂഷനാ. നമ്മുടെ ആയമ്മയാ ഏർപ്പാടാക്കി കൊടുത്തത്. ട്യൂഷനോ? എവിടെ? നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറില്ലേ, അല്ലേ, ആ ടീച്ചറിന്റെ വീട്ടില്. ടീച്ചറിന്റെ വീട്ടില്? ആ ടീച്ചറിനെ അച്ഛൻ അറിയുന്നേ. പണ്ട് ദേവേട്ടന്റെ കല്യാണം ആലോചിച്ച് വന്നപ്പോ ആ കൂട്ടത്തില് ഇവിടെ വന്നില്ലേ, ആ ടീച്ചറാ. ടീച്ചറെ എനിക്ക് മനസ്സിലായി. ആട്ടെ, എന്നു മുതലേ തുടങ്ങിയത്? ഇന്നു മുതല്. അതല്ലേ ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞത്. ഓ, അത് ശരി. അപ്പോ ഇവിടെ ഞാനറിയാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഞങ്ങളാരും അറിഞ്ഞതല്ല. ഇതെല്ലാം ആയമ്മയുടെ ഏർപ്പാടാ. ഇത് സത്യമാണോന്ന് അറിയണമല്ലോ. വിളിക്ക്, ദേവനെ വിളിക്ക്. അയ്യോ, ദേവേട്ടനെ വിളിക്കണോ? കിടന്നു കാണും. എന്നാലും വിളിക്ക്. എനിക്കതിന്റെ സത്യസ്ഥിതി അവന്റെ നാവിൽ നിന്ന് തന്നെ അറിയണം. വിളിച്ചോണ്ട് വാ. ദേവേട്ടാ, 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 അച്ഛൻ വിളിക്കുന്നു. എവിടെ? ഡൈനിങ് ടേബിളിൽ. എന്താ? നീ ഇന്ന് എവിടെങ്കിലും പോയോ? പാടത്തും തോട്ടത്തിലൊക്കെ പോയി. അതല്ലാതെ വേറെ എവിടെങ്കിലും പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും? പോയി. എവിടെ? ടീച്ചറുടെ വീട്ടില്. എന്നിട്ട് പഠിച്ചോ വല്ലതും? ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് നീ എന്നോടെന്താ പറഞ്ഞത്? അത് അച്ഛൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. അതെന്താ? നേരത്തെ നിനക്കറിയില്ലായിരുന്നോ? ഇല്ല, വൈകിട്ട് ആയമ്മ എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോയതാ. അത് ശരി. അപ്പൊ ആയമ്മ നിർബന്ധിച്ചിട്ടാണ് നീ പഠിക്കാൻ പോയത് അല്ലേ? ആയമ്മേ, ആയമ്മേ, ദാ വരുന്നു. ഇന്നലെ എനിക്കൊരു പുതിയ സ്റ്റുഡന്റിനെ കിട്ടി. അക്കാര്യം ഫ്രീ സർവീസ് അല്ലേ? പുതിയ കുട്ടികളെ കിട്ടാൻ നിനക്ക് ഒരു പ്രയാസവും ഇല്ല. ഈ സ്റ്റുഡന്റ് അത്ര കുട്ടിയൊന്നുമല്ല. പിന്നെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന? വല്ല 9ഓ 10ഓ ഒക്കെ ആയിരിക്കും. ക്ലാസ് പറഞ്ഞ നീ ഞെട്ടും. അതെന്താടി, ഞാൻ ഞെട്ടാൻ മാത്രം വലിയ ക്ലാസ്? വല്ല BA-കാരോ മറ്റോ ആണോ? ഏയ്, അത്ര വലിയ മണ്ട ശിരോമണികളൊന്നും ഈ മാർത്താണ്ട് വരത്തില്ല. പറ, എത്രാം ക്ലാസ്സാ? ശരിക്ക് പറഞ്ഞ 1ാം ക്ലാസ്സും അല്ല, അതിനും താഴെ. LKG എന്ന് പറയാം. നിനക്കെന്താ വട്ടാണോ? ഈ LKG പിള്ളേരൊക്കെ എന്ത് പഠിപ്പിക്കാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇതങ്ങനെ കുട്ടിയല്ല. പഠിക്കേണ്ട പ്രായത്തില് പഠിക്കാൻ പറ്റാതെ പോയ ഒരു പാവം. ഇപ്പൊ പഠിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ മറ്റുള്ളവരൊക്കെ കളിയാക്കുമെന്ന് പേടിച്ച് പഠിക്കാതെ ആരെ അറിയിക്കാതെ നടക്കുകയായിരുന്നു കക്ഷി. നീ ഇതാരുടെ കാര്യ പറയുന്നേ? ഈ മാർത്താണ്ഡപുരത്തുള്ള ആള് തന്നെയാണോ? അതേന്ന്. നമ്മൾ ആരും അറിഞ്ഞില്ല എന്ന് മാത്രം. അങ്ങനെ ചിലരും നമുക്ക് ചുറ്റുണ്ടടി. അതാരാ കക്ഷി? എനിക്കും അറിയാവുന്ന ആളാണോ? നിനക്ക് മാത്രമല്ല, ഈ മാർത്താണ്ഡപുരത്തുള്ള സകലർക്കും അറിയാവുന്ന ആളാ. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും പഠിക്കാൻ കഴിയാതെ പോയി. അതാണ് വിധി. നീ ആളെ പറ, എനിക്കറിയാവുന്ന ആണോ നോക്കട്ടെ. ആളെ പറഞ്ഞ നീ പിന്നെ ഞെട്ടും. ഞാൻ ഞെട്ടിയ പൊട്ടുമൊന്നുമില്ല. നീ ആളാരെന്ന് പറ. പറ പെണ്ണേ. ദേവൻ സാറ്. ഞെട്ടുകലെന്ന് വീരവാദം പറഞ്ഞ ആളിതാ സ്റ്റാച്ചു ആയി നിൽക്കുന്നു. ഏയ്,
നീ എന്താ പറഞ്ഞേ? ദേവൻ സാറിനോ? അതേടി, ദേവൻ സാറ് തന്നെ. പക്ഷേ നീ ഇതാരോടും പറയാനൊന്നും പോണ്ട കേട്ടോ. സത്യമാണോ ഇത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. അതേടി, ദേവൻ സാറിന് എഴുതാനും വായിക്കാനും അറിയില്ല. അതെങ്ങനെ സംഭവിച്ചു? സ്വന്തമായിട്ടൊരു സ്കൂൾ ഉണ്ടായിട്ടും പഠിച്ചില്ലെന്നോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ വിധി. പഠിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പഠിക്കാതെ ഉഴപ്പിയതുമല്ല. സ്വന്തമായി സ്കൂളും ഉണ്ടായിരുന്നു. എന്നിട്ടും നിരക്ഷരനാവാനായിരുന്നു ദേവൻ സാറിന്റെ വിധി. എന്താ സംഭവിച്ചതെന്ന് നീ പറ. അതൊരു ട്രാജിക് സ്റ്റോറിയാ. ജ്യൂസ്. എന്താ ഇത്? ഓറഞ്ച് ജ്യൂസ്. ഞാൻ പോയേ പിന്നെ കൊച്ചമ്മ ഇതൊന്നും കഴിക്കാറില്ലെന്ന് എനിക്കറിയാം. കൊച്ചമ്മയുടെ കോലം കാണുമ്പം എനിക്ക് സങ്കടമാ. ദേ, സമയത്തും കാലത്തും ഇങ്ങനെ ഓരോന്നുണ്ടാക്കി തന്നും കഴിപ്പിച്ചും ഞാൻ എത്ര കാര്യമായിട്ടാ ഈ ശരീരം നോക്കിയിരുന്നത്. 1 മാസം ഞാനൊന്ന് മാറി നിന്നതേ ഉള്ളൂ. അതോടെ സകലതും തീർന്നു. അത് സത്യം. നീ പോയ പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയായി. ആ ആയമത്തള്ള ഇതൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. കൊച്ചമ്മയെ കണ്ണെടുത്താ കണ്ടുടല്ലോ അവർക്ക്. എങ്ങനെയെങ്കിലും കൊച്ചമ്മയെ ഒതുക്കണോന്നൊരൊറ്റ വിചാരമല്ലേ ആ മുതുക്കിടെ മനസ്സിലുള്ളൂ. അതറിയാവുന്നോണ്ടല്ലേ ഞാൻ ഏത് നേരവും നേരല്ലോ പോലെ എന്റെ കൊച്ചമ്മയുടെ കൂടെ നടക്കുന്നേ. അമ്മായി എന്താ ആരോട് പിണങ്ങി വന്നതുപോലെ? അമ്മാവനോട് വഴക്കുണ്ടാക്കിയോ? കള്ളും കുടിച്ചു ബോധമില്ലാതെ ആ മുറിയുടെ കോണിലെങ്ങാണ്ട് കിടപ്പുണ്ട് അതിയാൻ. പിന്നെയാ വഴക്ക്. ഈ അമ്മായിക്ക് ഇതെന്തു പറ്റി? ആർച്ചമോളെ, ഞാനും എന്റെ മോളും കൂടി നാട്ടിലേക്ക് തിരിച്ചു പോകുക. അതെന്താ അമ്മായി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ബോധ്യമായി മോളെ. പിന്നിവിടെ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് എന്തിനാ നിൽക്കുന്നേ? ഞങ്ങൾ പോയേക്കാം. അമ്മായി ഇങ്ങനെ എടുപിടിന്ന് ചാടി പോകാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. കൊച്ചമ്മേ, ഉള്ള കാര്യം പറയാലോ. വല്ലി ഇങ്ങനെ ദേവന്റെ പിറകെ നടന്നതുകൊണ്ട് മാത്രം അവരുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ദേവന്റെ മനസ്സിലിപ്പോ ആ അല്ലി ടീച്ചർ മാത്രമല്ലേ ഉള്ളൂ. അവളെ അവിടെ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്ത് വല്ലിക്ക് കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാ. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഇവരുടെ കല്യാണ വിഷയത്തിൽ ദേവന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടാകില്ലെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ആ നിലയ്ക്ക് നമ്മൾ ഇനി മറുവശത്തു കൂടി കാര്യം നേടാൻ ശ്രമിക്കണം. അതായത് വല്യങ്ങനെ വെച്ച്. അതെങ്ങനെ? കുറച്ചു വളഞ്ഞ വഴിയാ. ഞാനും അനന്തവല്ലിയും കൂടി അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊള്ളാം. കൊച്ചമ്മ ഒരു കാര്യം ചെയ്യും. വിഷ്ണു അണ്ണനെ കൊണ്ട് ഈ കല്യാണ വിഷയം വല്യങ്ങന്റെ അടുത്ത് അവതരിപ്പിക്കണം. അത് നടക്കൂ മോളെ? ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ ഈ കല്യാണം നടക്കും. വല്യങ്ങന്ന് തന്നെ ദേവണ്ണനെ വിളിച്ചു പറയും, നീ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞാ പിന്നെ ദേവണ്ണനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ?